വെൽക്കം ടു അമ്മുണ്ണി വ്ളോഗ്സ്. അമ്മുണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാനിത് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എൻ്റെ ദേ കൃഷ്ണൻ ഒരെണ്ണം അവിടെ കിടക്കുന്നു, ഒരു കൃഷ്ണൻ ദേ ഇവിടെ ഇരിക്കുന്നു, മുഴുത്ത കൃഷ്ണൻ ദേ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ദേ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. എവിടെ പോകണമെന്നൊന്നും അറിയില്ല. ഞാൻ ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് സാരി ആട്ടോ. ഞങ്ങളിന്ന് ഏട്ടൻ ബ്ലാക്ക് കളർ മുണ്ടും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി ആട്ടോ. അപ്പോൾ അതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ശ്രീകൃഷ്ണയുടെ ഘോഷയാത്രയെ കാണുവാണെങ്കിൽ ഞാൻ വ്ളോഗായിട്ടിടാം, അല്ല എവിടെ പോണേന്ന് വെച്ചാൽ അത് വ്ളോഗായിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം വഴിയെ കാണാം കേട്ടോ. യെസ്, അങ്ങനെ ദേ കോരപ്പുഴ പാലം കയറി കേട്ടോ. ഇത് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഉണ്ണിയേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ദേ ഞങ്ങൾ എലത്തൂരെത്തി. എലത്തൂരാണ് കോരപ്പുഴ പാലം വരുന്നത് കേട്ടോ. യെസ്, അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ വീടെത്താറായി. ദേ ഈ കാണുന്ന അമ്പലം കേട്ടോ കുനിയിൽ ഭഗവതിയുടെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസമാണ് ഗൈസ്. യെസ്, ഇപ്പതേ ഏട്ടൻ്റെ നാടെത്തി കേട്ടോ. ഇതാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സ്ഥലം. ഈ വഴി പോകുമ്പോൾ എൻ്റെ ബർത്ത് ഗ്രഹത്തിലോട്ട് എത്തും. ഇപ്പം നമ്മൾ ആ വഴി പോകുന്നില്ല, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗണിലോട്ട്. അങ്ങനെ ടൗണിലെത്തി കേട്ടോ. ടൗണിലെത്തി ഏട്ടൻ ടിക്കറ്റ് കിട്ടോ സിനിമയ്ക്ക് നോക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പം ആ ഗ്യാപ്പിന് ഇത് വായിച്ച് കിടക്കണം ഉറങ്ങുന്നുണ്ട്. ആദ്യം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോസ്റ്റായിട്ട് ഇവിടെ കുത്തിരിക്കുകയാണ്. കാര്യം ഇന്ന് അവധി ആയതുകൊണ്ട് അവിടെ നിറച്ച് പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിൻ്റെ ഇവിടെ വണ്ടി നിർത്തിയിട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ അവിടെ പോയിട്ട് ടിക്കറ്റ് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് ഇതാണ് കേട്ടോ ഇത് ഓണത്തിന് എടുത്തെടുത്ത ഡ്രസ്സ്. അവളെടുത്ത് കൊടുത്ത ഒരു രണ്ടെണ്ണത്തിൽ ഒരു ഡ്രസ്സ് ഇതാണ്. മോം പ്ലസ് മീ അല്ല മോം പ്ലസ് അല്ല മോം പ്ലസ് ഡാഡ് ഈസ് ഈക്വൽ ടു മീ. ഓ ഓ ഓ ആ ഓ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ബാക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ടിക്കറ്റ് കിട്ടിയാൽ മൂവി കയറും, ഇല്ലെങ്കിൽ ടൗണിലൊന്ന് കറങ്ങിയിട്ട് വീട്ടിൽ. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി കേട്ടോ. ലോക ചാപ്റ്റർ 1 മൂവിയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, കാലിക്കറ്റ് അപ്സര തിയേറ്റർ, ആ തിയേറ്ററിൽ വന്നിട്ടാണ് മൂവി കണ്ടത്. ഇത് പാർക്കിങ്ങിന് തിരക്കായിട്ടൊന്ന് പടം കണ്ട് നല്ല എന്താ പറയുക സൂപ്പർ മൂവി ആയിരുന്നു. യെസ്, അങ്ങനെ ബദ്രി വന്നതിന് ശേഷം മൂന്നാമത്തെ മൂവി ആട്ടോ. ഫസ്റ്റ് മൂവി കൂലി, സെക്കൻഡ് മൂവി ഏതായിരുന്നു കേട്ടോ ഹൃദയപൂർവം, തേർഡ് മൂവി ലോക. അവൻ വന്നിട്ടുള്ളത് 3 നല്ല സൂപ്പർ മൂവിയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, യക്ഷിയെ കാണാൻ പറ്റി കുറേ കാലത്തിന് ശേഷം. കല്ലിയങ്കാട്ട് നീലിനെ കണ്ടിട്ടോ. അപ്പം നല്ല എന്താ പറയുക മൂവിയാണ്, എല്ലാവരും പോയി കാണുക. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി വീട്ടിലോട്ടാണോ ബീച്ചിലോട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാണ് കേട്ടോ മിഠായിത്തെരുവ് എന്ന് പറയുന്ന കോഴിക്കോടത്തെ സ്ഥലം. ഞാൻ എറണാകുളത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് എന്താണ് എനിക്ക് മിഠായിത്തെരുവ് അറിയില്ലേന്ന് ഓർക്കും. ഞാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അതാണ് മിഠായിത്തെരുവ്. ഇത് ഇവിടുത്തെ എന്താ പറയുക, ഈ ഹോസ്പിറ്റൽ വരുന്ന കോട്ടപ്പറമ്പോ പ്രസവാശുപത്രി ആട്ടോ അത്. അങ്ങനെ ഒരു ആശുപത്രി ഞാൻ നമ്മുടെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. പ്രസവത്തിന് മാത്രമായിട്ടൊക്കെ ഉള്ള ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ആശുപത്രി ആട്ടോ. കോട്ടപ്പറമ്പെന്ന് എന്തോ അങ്ങനെ എന്തോ പറയുന്നതിന്. അതുപോലെ ഇത് കുട്ടികളുടെ ഹോസ്പിറ്റൽ, സർക്കാർ ഹോസ്പിറ്റൽ. അങ്ങനെ ഒത്തിരി എന്താ പറയുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കുറച്ച് അഹങ്കാരം കൂടും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ കാര്യം വെക്കേണ്ട. ഇവിടെ ഇരുന്നിട്ടോ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികൾ, ഘോഷയാത്ര. അതൊക്കെ അമ്പാടി എന്നാണ് കേട്ടത്. അവിടെ കണ്ടോ
ഇവിടെയായിരുന്നു പരിപാടി. കൃഷ്ണൻ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയായിരുന്നു പരിപാടി. ഇവിടെ റോഡൊക്കെ നല്ല തിരക്കാട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. കൃഷ്ണക്കുട്ടികൾ കണ്ട കുഞ്ഞി കണ്ണന്മാരൊക്കെ വണ്ടി കയറി വീട്ടിൽ പോവാണ്. ഇവിടെ നിറച്ച് ബ്ലോക്ക് ആയിരുന്നു എന്നാണ് ഇത്ര നേരം. പക്ഷെ നമ്മൾ വരുമ്പോൾ അങ്ങനെ ഞങ്ങള് എന്താ പറയാ, ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര ഒന്നും കണ്ടില്ല ഇക്കൊല്ലം. കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. ഇക്കൊല്ലം ഞങ്ങൾ വന്നിട്ടില്ല. അടുത്ത കൊല്ലം ഭഗവാൻ കടാക്ഷിച്ച് ബദ്രീന് എന്താ പറയുക, ശ്രീകൃഷ്ണൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരണം എന്നുണ്ട് നടന്നാൽ. ഇനി എന്നെ വലിയ അക്കനായി ഇനി എന്നെ. ഇതാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ കാണിക്കാം, പക്ഷെ ഇത് ബ്ലോക്കാണ്. ഇതാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഇതിനിങ്ങനെ നമ്മൾ പുറത്തിൽ കൂടി ഇങ്ങനെ വട്ടമിട്ട് കളിക്കുകയാണ് ഗൈസ്. ഇതുവഴി വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ. ഇതിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവിന് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വെറുതെ ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ ഇഷ്ടം സിനിമയ്ക്ക് പോകുന്നതാണ്. അപ്പം ഇവിടെ പാനിപ്പൂരി, നല്ല പാനിപ്പൂരി ഇട്ടിട്ട് ഇവിടെ ഞാനിവിടെ നിന്ന് 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് വെള്ളം കളിയുടെ കുളവും. കാണുന്നില്ല നൈറ്റ് ആയതുകൊണ്ട്. ഇപ്പം പിന്നെയാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ ഒന്ന് പുറത്ത് മൂവിക്ക് പോകാത്തത്. മാനാഞ്ചിറയാണിത്. ചിറ ഇത് ഇവരുടെ നാടായതുകൊണ്ട് ഇവർക്ക് അറിയാം കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ അടുത്തൊരു കുളമെന്ന് പറയും. അങ്ങനെ മാനാഞ്ചിറ ആണ് കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങും ഇങ്ങില്ലാത്ത ബ്ലോക്കാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായ തിരക്കുണ്ട്. ഇതാണ് കോഴിക്കോട്ടുകാരുടെ പാരഗൺ ഹോട്ടൽ. ഇതൊരു എന്താ പറയുക, പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. അതുപോലെ ഇവിടെ കോഴിക്കോട് ഒരു സർബത്ത് കിട്ടും, മിൽക്ക് സർബത്ത്. നല്ല തിരക്കായിരിക്കും കേട്ടോ. ഈ ഷോപ്പിൽ കണ്ടോ, മിൽക്ക് സർബത്തിൻ്റെ ഷോപ്പാണ്. ഇത് എപ്പോൾ നോക്കിയാലും മഴക്കാലത്തും ചൂടുകാലത്തും അതിനേക്കാളും തിരക്ക്. എപ്പോൾ നോക്കിയാലും തിരക്ക് തന്നെയാണ് അവിടെ. ഒരു നേരം ഒരാളില്ലാതിരിക്കൂല. ഇവിടെ എന്ത് കോളേജാ? ഒട്ടനവധി കലാകാരന്മാരും കലാവേദികളും വലിച്ചു വളർന്ന കോളേജ്, ക്രിസ്ത്യൻ കോളേജ്. ഞങ്ങൾ ഏട്ടനും ഇവിടെ പഠിച്ചിട്ടുണ്ട്, മിസ്റ്റർ ലാലു. ഏട്ടൻ പഠിച്ചിട്ടുണ്ട്, അനിയൻ പഠിച്ചിട്ടില്ല. കോളേജ് ആട്ടോ ഇവിടെ കാണുന്നത്. കണ്ടോ, നൈറ്റ് ആയതുകൊണ്ടൊന്നും തെളിച്ചുമില്ല. ക്രിസ്ത്യൻ കോളേജ് ആണ്. ക്രിസ്ത്യൻ കോളേജ് ഏത് മാർക്കറ്റാണ്? ഇംഗ്ലീഷ് പള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന മാർക്കറ്റാണ് ഗൈസ് ഇംഗ്ലീഷ് പള്ളി മാർക്കറ്റ്. ഇംഗ്ലീഷ് പള്ളി മാർക്കറ്റ് അതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷ് പള്ളി മാർക്കറ്റ് ഒട്ടനവധി കോഴികളും കാടകളും നിരവധി മീനുകളും കിട്ടുന്ന മാർക്കറ്റാണ്. ഇവിടെ ഇല്ലേ പാർട്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എപ്പോഴും കിട്ടും. നമ്മുടെ അവിടെ കിട്ടലില്ല. വണ്ടിയുടെ പാർട്സ് അല്ല ഗൈസ്, കോഴിയുടെ പാർട്സ് കിട്ടും. എന്താ പറയാ, അതുപോലെ തന്നെ ഇവിടെ നല്ല ഫ്രൂട്ട്സ് ഇങ്ങനെ എന്താ പറയാ, ചെറിയ ചെറിയ ട്രെൻഡ്സ് ആട്ടോ ഇവിടുത്തെ. ചെറിയ എന്താ പറയാ ഫ്രൂട്ട് സ്റ്റാളുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ദേ ഇവിടെ നടക്കാവെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുത്തെ എന്താ പറയാ മഞ്ജു വാര്യർ വന്ന് ഉദ്ഘാടനം കഴിച്ചു പോയ മൈജി. അതുപോലെ തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനാണത്. അതിന് ഓപ്പോസിറ്റാണ് കേട്ടോ മൈജിയുടെ ഷോറൂം വന്നിരിക്കുന്നത്. നിരവധി ഒട്ടേറെ എന്താ പറയുക ഓഫറുകളുണ്ട് എന്ന് പരസ്യത്തിലൂടെ പറയുന്നു. ചെന്നപ്പോൾ കണ്ടില്ല. അങ്ങനെ ഇതാണ് നടക്കാവെന്ന് പറഞ്ഞ എന്താ പറയുക ചെറിയ ടൗൺ. ഇവിടെ എവിടെയും ടൗൺ തന്നെ കേട്ടോ. നമ്മുടെ അവിടുത്തെ മാതിരി എന്താ പറയുക സാധാ ഏരിയ അല്ല ഇവിടെ. ഇവിടെ എപ്പോഴും എല്ലായിടും ടൗൺ തന്നെയാണ്. ഇത് ഇവിടുത്തെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. പിന്നെ എന്താ ഇവിടെ കാണിക്കാനുള്ളത് മെയിനായിട്ട് വേറെ എന്താ പറയുക വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നൈറ്റ് ഇത് ബർഗറൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ. അത്യാവശ്യം നല്ലൊരു ബർഗറൊക്കെ കിട്ടും ഇവിടെ വന്നാൽ. അതുപോലെ ഇവിടുത്തെ വലിയൊരു എന്താ പറയുക ബിരിയാണിയുടെ നല്ലൊരു ഹോട്ടലാട്ടോ ഇത്. സൽക്കാര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അവർക്ക് കുറേ ഉണ്ട് കേട്ടോ. ടൗണിലൊക്കെ വേറെ എന്താ പറയുക ഷോപ്പുണ്ട് കേട്ടോ. നല്ല ഫുഡാണ് അവിടുത്തെ ബിരിയാണി. ഞാനത് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. ഇപ്പോൾ കുറച്ചായി ഇപ്പോൾ അവിടുന്ന് ബിരിയാണി ആയിട്ട് വാങ്ങി തന്നിട്ട്.
അതുപോലെ ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ അവിടെയൊക്കെ ഉള്ള മാതിരത്തെ ഒരു എന്താ പറയുക തുണി ഷോപ്പ്, വേറൊരു പേര് ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഇല്ല കേട്ടോ ഷോപ്പ്. അതുപോലെ ഇവിടെ ബാറ്റയുടെ ഷോപ്പുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാത്തരം സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങി കേട്ടോ. കേക്ക് വാങ്ങി, കേക്കിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ എഴുതിട്ടോ. ബദ്രി വന്നിട്ടുള്ള ഫസ്റ്റ് ശ്രീകൃഷ്ണ ജയന്തി, അതിൻ്റെ ഒരു കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മുറിക്കാൻ പോവാം കേട്ടോ. ഓക്കെ. പിന്നെ കുറച്ച് എന്താ പറയുക ലഡു, ജിലേബിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയായിരുന്നു. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഓക്കെ, താങ്ക് യു.